അതുപോലെ എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെയും കൂടെ ഭയങ്കര കട്ടയ്ക്ക് നിൽക്കുന്ന കഥാപാത്രമാണല്ലോ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പടി താഴെയോ ഒരു പടി മുകളിലോ അല്ലാത്ത രീതിയിൽ തന്നെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പം അത് വില്ലൻ ക്യാരക്ടർ ആണെങ്കിൽ അങ്ങനെ എന്തായാലും ആ കട്ടയ്ക്ക് നിൽക്കുന്ന പോലെ തന്നെയുള്ള കഥാപാത്രങ്ങൾ കുറേ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ കൂടെ ആണെങ്കിൽ രാവണപ്രഭു എന്ന് പറയാൻ അങ്ങനെ കുറേ സിനിമകൾ, ദൃശ്യം, കുറേ സിനിമകൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ കൂടെ ഇതുപോലെ തന്നെ കുറേ മൂവീസ് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ദിലീപേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നു ടൈഗർ അല്ലെ, അങ്ങനെ കുറേ മൂവികൾ ചെയ്തിട്ടുണ്ട്. ഇവരെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ പറയാൻ വെറുതെ അങ്ങനെ. ഇവരെക്കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അല്ലേ, എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്നാളൊരു ഇന്റർവ്യൂ കണ്ടപ്പോഴേ ശാന്തകുമാരി ചേച്ചി ഇങ്ങനെ ഇരുന്ന് പറയുന്നു, എന്നെക്കുറിച്ചൊന്നും ആരും പറയാറില്ല. ടൊവിനോ മറ്റോ ആണ് ഈ ശാന്തകുമാരി ചേച്ചിയുടെ കൂടെ അഭിനയിച്ചൊരു കാര്യം പറഞ്ഞ. അപ്പോൾ അത് കേട്ടപ്പോൾ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാവരും പറയുന്ന ആളുകളെ കുറിച്ച് പറയണ്ട, അല്ലാതെ ജീവിച്ചിരിക്കുന്ന ആരും പറയാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കുഞ്ചൻ ചേട്ടൻ അല്ലേ, ജനാർദ്ദനൻ ചേട്ടൻ, അല്ലെങ്കിൽ ഇപ്പോൾ പൊന്നമ്മ ബാബു, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. ഇവരൊക്കെ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ഇവരെക്കുറിച്ചൊക്കെയാണ് ചോദിക്കേണ്ടത്. കാരണം അവർക്കത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ടാകും. കാരണം അവരെയൊക്കെ എല്ലാവരും മറന്നുപോകും. വളരെ അപ്രധാനമായ റോളുകൾ വന്നു പോകുന്ന ഒരുപാട്. ഞാനിപ്പോൾ പലരും പേരുകൾ ഇങ്ങനെ ഓർത്തോർത്ത് എടുക്കണം. അവരെയൊക്കെ പറ്റി നമ്മളിങ്ങനെ പറയുമ്പോൾ കവിയൂർ പൊന്നമ്മ ചേച്ചി സുഖമില്ലാതിരിക്കുകയാണ്. ചേച്ചിയുടെ കൂടെയൊക്കെ എത്രയോ സിനിമകൾ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ സുമാരി ചേച്ചിയെ പറ്റിയൊക്കെ ഒരുപാട് പറയാനുണ്ട്. സുമാരി ചേച്ചിയെ പറ്റി പറഞ്ഞാൽ സുമാരി ചേച്ചി കേൾക്കാനില്ലാത്തതുകൊണ്ട്, കേൾക്കാനുള്ള ആളുകളെ പറ്റി പറയുമ്പോൾ അവർക്കത് കേൾക്കുമ്പോൾ മറ്റവരെ പറ്റിയൊക്കെ എല്ലാവരും വന്ന് പറയുന്നതല്ല, അയ്യോ ലാലേട്ടൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ഓറയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ അനുഭവം ഞാൻ ഉദ്ദേശിച്ചത് ആ മട്ടിലല്ല കേട്ടോ. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് നമ്മളൊരു സാധാരണ വില്ലനിസം അല്ല ഇക്കയുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇക്ക ആ മട്ടിലല്ല ഉപയോഗിച്ചിട്ടുള്ള. നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും. അത് ഇക്കയ്ക്കും ഒരു ഈക്വൽ ഒരു പ്രാധാന്യമുള്ള പോലെയുള്ള റോളുകളാണ് ഇവരുടെ കൂടെയൊക്കെ ഇക്ക ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് വ്യത്യാസം. അത് അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇക്ക നേരത്തെ പറഞ്ഞ പോലെ സോ കോൾഡ് സൂപ്പർ സ്റ്റാർസ് ആണ്, അല്ലെങ്കിൽ അത്തരത്തിൽ സ്റ്റേറ്റസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് പറയുന്ന മട്ടിൽ. പക്ഷെ അങ്ങനെ തോന്നാറില്ല, അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെ കൂളായിട്ട് ഇക്കൊക്കെ അത് എടുക്കാൻ പറ്റും. എനിക്ക് പറ്റും. എനിക്ക് എൻ്റെ മുമ്പിൽ അപ്പുറം നിൽക്കുന്ന സൂപ്പർ സ്റ്റാറല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്റ്റാർ ഞാനാണ്. കാരണം അവരുടെ സ്റ്റാർഡവും അവരുടെ സംഗതി എല്ലാം അവർ നോക്കിക്കോളും. അതെല്ലാം ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ മതി. എന്നെ ഇവരുടെ മുമ്പിൽ ഒരിക്കലും താഴെ ഞാൻ സമ്മതിക്കില്ല. അതിപ്പോൾ ക്ലൈമാക്സിൽ അടി കൊള്ളുമ്പോൾ പോലും ആ കഥാപാത്രം മറ്റു കഥാപാത്രത്തെക്കാൾ വീക്കായതുകൊണ്ട് അവരുടെ അടി വാങ്ങുന്നെന്ന് മാത്രമേ ഉള്ളൂ. പൊരുതി മരിക്കാൻ തന്നെയാണ് അയാൾ റെഡിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു രീതിയിലും സൂപ്പർ സ്റ്റാർസ് അല്ലാത്തവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ അങ്ങനെയൊന്നും തോന്നാറില്ല. നമ്മളെപ്പോഴും ഇതിലെ ഏറ്റവും നല്ല കഥാപാത്രം എൻ്റെയാണ്. ഇയാളെ നന്നാക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി എന്നുള്ള മട്ടിലാണ് ഞാൻ ചെയ്തത്. നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ കണ്ടിന്യൂഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ മറന്നുപോയ ആളുകളുടെ ഓർമ്മയിലില്ലാത്ത അപ്രധാനമായ റോളുകൾ ചെയ്യുന്ന ആളുകൾക്കും അവരും ഈ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോഴേ നമ്മൾ അവരെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിലോ എന്ന് ആലോചിക്കുന്നുണ്ടാവും. എനിക്കന്ന് ശാന്തകുമാരി ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടപ്പോൾ എനിക്ക് ഭയങ്കര മനപ്രയാസം തോന്നി. അപ്പോൾ നമ്മൾ പലരെയും നമ്മളങ്ങനെ മറന്നു പോകുന്നില്ല. എൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ട് അഭിനയിച്ച ഒരുപാട് ആളുകളുണ്ട്. പലരും ഇപ്പോഴും അവിടെ ഇവിടെയും സിനിമയിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ അവരധികം ആളുകൾ എവിടെയും പറയില്ല, എവിടെയും ഓർക്കാറില്ല എന്ന് തോന്നുന്നു. അത് ഞങ്ങൾ ഓർക്കാത്തതുകൊണ്ടല്ല, ചോദിക്കാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അവരെ പറ്റി ഒന്നും അറിയണം. എല്ലാവർക്കും ആ മെയിൻ സ്ട്രീമിലുള്ള മറ്റുള്ളവർ പറഞ്ഞത് തന്നെ. അപ്പോൾ പലരും വന്നിട്ട് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ പറയുമ്പോൾ താഴെ വരുന്ന കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇങ്ങനെ മതിയുടെ സൂചിപ്പിച്ചത്, ഈ മമ്മൂട്ടിയെ സൂചിപ്പിച്ചു, മോഹൻലാലിനെ സൂചിപ്പിച്ചു, മറ്റവരെ സൂചിപ്പിച്ച് ഇങ്ങനെ സൂചിപ്പിച്ച് പറയുന്നതല്ല. ഇവർ ചോദിക്കുമ്പോൾ പിന്നെ എന്താ, നമുക്ക് അവരോട് മോശമായിട്ടുള്ള അനുഭവം ഇല്ല. അവരോടൊക്കെ നല്ല അനുഭവങ്ങളെ നമുക്കുള്ളൂ. അവരൊക്കെ നമ്മൾ അതുപോലെയാണ് കൊണ്ടു നടന്നിരുന്നത്. അതുകൊണ്ടാണ് അവരെ പറ്റി നല്ലത് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാനെപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഇവരൊക്കെ ഈ ആളുകൾ മറന്നുപോയ ആക്ടേഴ്സ് ഉണ്ട് ഒരുപാട്. വളരെ ചെറിയ റോളുകളിൽ വന്നുപോയ ആളുകളുണ്ട്, മൺമറഞ്ഞു പോയ ആളുകളുണ്ട്. അവരെയും ഒക്കെ നമ്മളിടയ്ക്ക് നമ്മൾ ഓർക്കേണ്ടതാണ്. വന്നിരുന്ന് പറയുന്ന ആളുകളെങ്കിലും അങ്ങനെ പറയേണ്ടതാണെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അതിൽ പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പറ്റിയും ചോദിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് കാരണം എന്താ പറയുമ്പോൾ, ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്ന് മമ്മൂക്കനെ പറ്റി കുറേ പുകഴ്ത്തി പറയേണ്ട കാര്യമില്ല എനിക്ക്. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം മമ്മൂക്ക എന്താണെന്നും മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ എന്താണെന്നും. അതിനിപ്പോൾ ഞാനായിട്ട് കുറേ അയ്യോ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതിനേക്കാളൊക്കെ മുകളിലാണ് അവർ. മോഹൻലാലിനെ പറ്റി അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞാൻ ഇത്രയും പടങ്ങൾ അഭിനയിച്ച ഒരാളാണ്. അപ്പോൾ എനിക്കങ്ങനെ അവരെ പറ്റി പറഞ്ഞ് അവരെങ്ങനെ ഭയങ്കരമായിട്ട് ഇൻ്റർവ്യൂവിൽ ഞാൻ അവരെ
ചിലരങ്ങനെ പറയുന്നവരുണ്ട്. പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല പറയണത്, അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും അങ്ങനെ പറയാതിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്ന് പറയണ പോലെ അങ്ങനെ ഇവർ സൂപ്പർ സ്റ്റാർസാണെന്നും പറഞ്ഞാൽ അവരങ്ങനെ നമ്മൾ ഒരുപാട് പുകഴ്ത്തിയില്ല എന്ന് കരുതിയും അവർക്ക് വിരോധമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അതേസമയത്ത് ഈ ആരും പറയാത്ത ഒരാളെ പറ്റി നമ്മളിങ്ങനെ പറയുകയാണ്. ഇപ്പം ഞാൻ ജനാർദ്ദൻ ചേട്ടനെ പറ്റിയിട്ട് ഇവിടെ ഇരുന്ന് പറയുകയാണ്. ഞാൻ ജനാർദ്ദൻ ചേട്ടൻ്റെ കൂടെ ഇത്ര ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ജനാർദ്ദൻ ചേട്ടനെങ്കിലും അത് കാണുമ്പോൾ ഒരു സന്തോഷവും, എടാ അവൻ എന്നെ ഓർത്തല്ലോ എന്ന് തോന്നും. പൊന്നമ്മ ചേച്ചി നമ്മളെ പറ്റി നമ്മളിങ്ങനെ പറഞ്ഞാൽ പൊന്നമ്മ ചേച്ചി വയ്യാതിരിക്കുകയാണ്, എപ്പോഴെങ്കിലും ടി വി വെക്കുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മൊബൈലിൽ ഇത് കണ്ടാൽ പൊന്നമ്മ ചേച്ചിയെക്കുറിച്ച് ഞാൻ ഓർത്തു എന്ന് പറയുന്ന ചേച്ചിക്കൊരു വലിയ സന്തോഷം. കുഞ്ചൻ ചേട്ടൻ ഞാൻ വരുന്ന കാലത്തെ സിനിമയിൽ വലിയ സ്റ്റാറായിട്ടുള്ള ആളാണ്. ഇന്നും കുറച്ച് സിനിമകളിൽ അഭിനയിക്കണമെങ്കിലും വളരെ നല്ല കുടുംബജീവിതം നയിക്കുകയും വളരെ നല്ല വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ്. അല്ലെങ്കിൽ എൻ്റെ കൂടെ അഭിനയിച്ചിട്ട് ഇപ്പോൾ സാദിഖിനെ പറ്റി പറയുകയാണെങ്കിൽ എന്നാലും എന്നെ പറ്റി വന്ന് പറഞ്ഞല്ലോ, സുരേഷ് കൃഷ്ണനെ പറ്റിയിട്ട് കാരണം ഇവരൊക്കെ എന്ന് പറയുന്നത് ഇപ്പം ഈ സിനിമ കണ്ടിട്ട് എന്നെ നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ മണിയമ്പിള്ള രാജു, ജഗദീഷ്, സുരേഷ് കൃഷ്ണ. ഞാൻ ചിലപ്പോൾ പേരുകൾ ആരുടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമിക്കട്ടെ. അതുപോലെ നാദിർഷ വിളിച്ചു, കരമന സുധീർ വിളിക്കുന്നു, സ്വാസിക വിളിക്കുന്നു, പൊന്നമ്മ ബാബു വിളിക്കുന്നു, സീനത്ത് വിളിച്ചു. ഇവരൊക്കെ എന്താണ് ഇന്നലെ രാത്രി വിളിച്ച ദേവി ചന്ദന വിളിക്കുന്നു. ഇവരൊക്കെ വിളിച്ചിട്ട് ഇവർക്കൊക്കെ നമ്മളെ പുകഴ്ത്തുന്നതിന് ഒരു മടിയില്ല, ഒരു അതുപോലെയാണ് പറയുന്നത്. അവരിവിടെ എന്നോട് ഫോണിൽ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഇപ്പം പറഞ്ഞാൽ എന്നെ ആദരയും കളിയാക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഓ അങ്ങനെയൊക്കെ പറയുമോ എന്ന് ചോദിക്കും. എന്നാലും ഈ സിനിമയുടെ കാര്യത്തിൽ ഞാനത് പറയില്ല. അപ്പം അത്ര ഇഷ്ടത്തോടുകൂടിയാണ് അവരൊക്കെ നമ്മളെ പറ്റി പറയുന്നത്. അപ്പോൾ എവിടെയെങ്കിലും അവരെ പറ്റിയൊക്കെ നമ്മളും ഒന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർക്കത് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. മറ്റവർക്ക് അത്ര സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരും വന്നിരുന്ന് ഇത് തന്നെയല്ലേ പറയണത് എന്ന് പറയുന്നതുകൊണ്ട് അവർക്കൊരു മുഷിപ്പ് തോന്നുള്ളൂ. അന്ന് തുടങ്ങി ഇനിയിപ്പോൾ നമ്മളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തും എന്നേ അവർക്ക് തോന്നാൻ സാധ്യതയുള്ളൂ. ഈ സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന അല്ലെങ്കിൽ വളരെ അപ്രധാനമായ റോളുകളാണെങ്കിൽ പോലും വന്ന് ചെയ്യുന്ന അവരും അവരെ പറ്റി നമ്മൾ ഓർക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള എല്ലാവരുടെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വളരെ ചെറിയ ചെറിയ റോളുകൾ ചെയ്ത് പോയിട്ടുള്ളവരെ ആണെങ്കിൽ പോലും അവരെയും ഞാൻ ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരും എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉള്ള ആളുകൾ തന്നെയാണ്. അങ്ങനെ സൗഹൃദങ്ങൾ അങ്ങനെ ചേർത്ത് നിർത്തുകയും അതിനുവേണ്ടി എഫേർട്ട് ഇടുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പ്രത്യേകിച്ച് അസോസിയേഷൻ്റെ ഭാരവാഹിയും കൂടെയൊക്കെ ആയതുകൊണ്ട് ഇവരൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് അടുപ്പം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അസോസിയേഷൻ്റെ ചടങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവർ നേരിട്ട് വിളിക്കേണ്ടി വരും, ഇവരൊക്കെ ആയിട്ട് സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾ അവരെ പങ്കെടുപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിൽ ഒരു സംഘാടകൻ്റെ ജോലിയും കൂടെ ഉള്ളതുകൊണ്ടും ഇവരൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരിക്കൽ കൊല്ലം തുളസി ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ അസുഖമായിട്ട് കിടക്കുകയായിരുന്നു, നിങ്ങളത് അറിഞ്ഞു? ഞാൻ അറിഞ്ഞിരുന്നു, എന്നിട്ട് എന്നെ എന്തുകൊണ്ടൊന്നും വിളിക്കാതിരുന്നു? ഞാനിങ്ങനെ ഒരു സെക്കൻഡ് ഞാൻ തന്നെ ആലോചിച്ചു, എന്താ ഞാൻ വിളിക്കാതിരുന്നത്? ഞാൻ നല്ല ചേട്ടാ ഒരു വിഷമത്തിലിരിക്കുമ്പോഴല്ലേ വിളിക്കേണ്ടത്, നിങ്ങളെപ്പോലുള്ളവരല്ലേ ഞങ്ങളെ വിളിച്ച് സമാധാനിപ്പിക്കേണ്ടത്. എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നി. ഞാൻ കാലിൽ തൊട്ട് മാപ്പി ചോദിക്കുന്നു, ഞാൻ എൻ്റെ ഇന്ന് പറ്റിപ്പോയ അബദ്ധമാണ്, ഞാൻ വിളിക്കാൻ എൻ്റെ ഇന്ന് വിട്ടുപോയതാണ്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഒരാൾക്ക് അസുഖമോ വിഷമോ എന്തെങ്കിലും വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിക്കണം. നിങ്ങളെപ്പോലുള്ളവർ വിളിക്കുമ്പോഴാണ് നമുക്കതൊരു എനിക്ക് വലിയൊരു തിരിച്ചറിവായിരുന്നു അത്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഫോൺ കോൾ പോലും അവരൊക്കെ അത്രയധികം മോഹിക്കുന്നുണ്ട്. അപ്പോൾ വലിയ തിരക്കുള്ള വലിയ സൂപ്പർ താരങ്ങളെ നമ്മൾ വിളിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് സമയക്കുറവോ ഡിസ്റ്റർബൻസ് ആവുള്ളൂ. അതേസമയത്ത് ഇങ്ങനെയുള്ള ആളുകളെ നമ്മളൊന്ന് വിളിച്ചാൽ അവർക്കതൊരു വലിയ ആശ്വാസമാണ്, വലിയ സന്തോഷമാണ്. നമ്മളെയൊക്കെ ഓർക്കുന്നുണ്ടല്ലേ എന്ന് പറയുന്നത്. ഞാൻ ഈ കോവിഡ് സമയത്ത് അതും നമ്മൾ സംഘടനയുടെ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടായിരുന്നു. പലരെയും വിളിച്ചിട്ട് പല പല പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവുമല്ലോ, കോവിഡ് വന്നവരുണ്ടാവും, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ അവരുടെ സന്തോഷം ഞാൻ നേരിട്ട് മനസ്സിലാക്കി. അപ്പോൾ നമ്മളൊരു ഫോൺ കോൾ കിട്ടുമ്പോൾ അതൊരുപാട് സന്തോഷം തോന്നുന്ന ഒരാളെ വിളിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെ റെഗുലറായിട്ട് വിളിക്കുകയും എന്നെ അവരൊന്നും വിളിച്ചില്ലെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു പരാതിയില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് എഴുതിയിട്ട് അവർ വിളിക്കാത്തതായിരിക്കും. പക്ഷെ ഞാനത് കണക്കാക്കില്ല, എല്ലാവരും വിളിക്കും, എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ എത്ര കണ്ടാലും നമുക്ക് മടുക്കാത്ത അല്ലെങ്കിൽ നമ്മളെ പിന്നെയും ചിരിപ്പിക്കുന്ന കുറേ സിനിമകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ പറയുന്ന ഒരു കൂട്ടുകെട്ടിൻ്റെ വിജയം എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി ഇനി ഹരിഹർ നഗർ ആയാലും ഗോഡ് ഫാദർ ആയാലും ഒക്കെ നമ്മളിപ്പോൾ കണ്ടാലും നമ്മൾ അതേ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടുകെട്ടിൻ്റെ സിനിമയ്ക്ക് ഇനി ഉണ്ടാവും, അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കാറുണ്ടോ? അല്ല, ഉണ്ടാവുന്നുണ്ട്. ഇപ്പം യങ് ജനറേഷൻ്റെ ഇപ്പോൾ രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടിൽ നിന്നുണ്ടായ സിനിമയാണ്. അതിപ്പോഴത്തെ കുട്ടികളുണ്ടാക്കിയ ഒരു സിനിമയാണ്. അത് അത്തരം കൂട്ടുകെട്ടുകളിലും സിനിമകളുണ്ടാകുന്നുണ്ട്.
പക്ഷെ എനിക്കൊരു അത്ഭുതം എന്ന് തോന്നുന്നത് ഇപ്പോൾ ഇൻഹരിയർ നഗർ 1990 ഇറങ്ങിയതാണ്. 1990 ഇറങ്ങിയ ഒരു സിനിമ 2000 ശേഷം ജനിച്ച കുട്ടികളും കണ്ട് എൻജോയ് ചെയ്യുന്നു എന്ന് പറയുന്നത്, അപ്പോൾ അവരുടെ മുൻ ജനറേഷനല്ലേ അത്. അവർ ജനിക്കുന്നതിന് മുമ്പുള്ളൊരു സിനിമയല്ലേ. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളൊരു സിനിമ എനിക്ക് പല പ്രാവശ്യം കാണാൻ ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. ഒരു പഴയ സിനിമയാണല്ലോ, ഇതിങ്ങനെയല്ലല്ലോ എന്ന് തോന്നും. ചില കുട്ടികളൊക്കെ വന്നിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് 10-12 വയസ്സുള്ള കുട്ടികളൊക്കെ വന്നിട്ട് ഗോവിന്ദൻകുട്ടി, അപ്പം ഞാൻ ചോദിക്കും ഇപ്പോഴും കാണാം, അയ്യോ അതെപ്പോഴും ടി വിയിൽ വരുമ്പോൾ ഇരുന്ന് കാണും എന്ന് പറയും ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ വന്ന ആ ഒരു സിനിമ 90s ഒരു സിനിമ 2000 വരെ ഉണ്ടായ ആ 10 കൊല്ലത്തിൽ അത്തരം കൂട്ടുകെട്ടിൽ കുറേ സിനിമകൾ വന്നു. അത് പിന്നീട് അത്രയ്ക്ക് അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് പിന്നീട് ഞങ്ങൾ 2004-ലോ 2006-ലോ ആണെന്ന് തോന്നുന്നു, അതെ 2008-ലാണ് 2008-ലാണ് ടു ഹരിഹർ നഗർ ഉണ്ടാക്കുന്നത്. 18 കൊല്ലം കഴിഞ്ഞിട്ടെന്ന് പറയുമായിരുന്നു. 90 കഴിഞ്ഞ് 2008-ൽ ടു ഹരിഹർ നഗറും ജനങ്ങൾ അതുപോലെ തന്നെ സ്വീകരിച്ചു. ഈ 4 പേരുടെ കൂട്ടുകാർ എന്ന് പറയുമ്പോൾ ഈ 4 പേരെ, ഈ തോമസ് കുട്ടി, മഹാദേവൻ, അപ്പുക്കുട്ടൻ, ഗോവിന്ദൻകുട്ടി, ഇവരെ കൂട്ടുകാരായിട്ട് എപ്പോഴും എല്ലാവരും അക്സെപ്റ്റ് ചെയ്താന്ന് പറയും. ഞങ്ങൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചില ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ, ചില ഫംഗ്ഷൻസ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ചില കൂട്ടായ്മകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ വരുമ്പോൾ ഇപ്പോഴും ശ്രദ്ധിച്ചറിയാം ഈ മുകേഷും ജയദീഷും ഞാനും ഒക്കെ അടുത്തടുത്ത് തന്നെ ഉണ്ടാവും. ശോഭനമൊക്കെ ഞങ്ങൾ തൊട്ടടുത്തൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ആ ഒരു സുഹൃത്ത് ബന്ധം കീപ്പ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ അത്തരം വിജയങ്ങളൊന്നും ഉണ്ടായത്. വേണ്ടത് അതാണ്, സുഹൃത്ത് ബന്ധങ്ങളുണ്ടാവണം. അന്നൊക്കെ ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും താമസമൊന്നും, ഇപ്പം ഞാനും മുകേഷും ഞാനും ജഗദീഷും കൂടെയൊക്കെ എത്രയോ കാലം ഒരേ റൂമിൽ താമസിക്കുമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു റൂമായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നായർ സാബിന് ഞങ്ങൾ പോകുമ്പോൾ ഈ 9 പേരും കൂടെ ഒരു മുറിയിലാണ് കിടക്കുന്നത്. വലിയൊരു ഹാളിൽ കട്ടിൽ നിരത്തിയിട്ടിട്ടാണ് എല്ലാവരും കൂടെ കിടക്കുന്നതൊക്കെ. അപ്പോൾ അന്നത്തെ അങ്ങനത്തെ ഒരു സുഹൃത്ത് ബന്ധം ദൃഢമായതിൻ്റെ പേരിലാണ് ആ കാലത്ത് അങ്ങനത്തെ സിനിമകളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അത്തരം സിനിമകൾ കൂടുതൽ വരുന്നില്ല, എങ്കിലും ഈ കൂട്ടായ്മയുടെ സിനിമകൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ തമാശകളൊക്കെ ഉള്ള സിനിമകളുണ്ട്. ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ കൂട്ടുകെട്ടിൻ്റെ സിനിമകളൊക്കെ നല്ലതുമാണ്. അങ്ങനെയുള്ള സിനിമകൾ കാണാനും നല്ല രസമാണ്. ഈ ജഗദീഷും സിദ്ദിഖിക്കും തമ്മിലുള്ള ആ ഒരു സൗഹൃദം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ സിനിമയ്ക്ക് അകത്തുള്ളതല്ല. എനിക്ക് തോന്നുന്നു അത് ജനങ്ങൾ വേറൊരു മട്ടിൽ തന്നെ അതിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ അങ്ങനെ ചെയ്ത് കണ്ട് അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോഴും വളരെ ദൃഢമായ ഒരു സുബന്ധമുള്ള ആളാണ് ജഗദീഷിന്. ഇപ്പോൾ ഈ ദൃശ്യം അല്ല, പിന്നെ ഈ നേരെ ഇറങ്ങിയിട്ട് ജഗദീഷാണ് എന്നെ ആദ്യം വിളിച്ചത്. ഞാനിപ്പോഴും നേരെ കണ്ടിട്ടില്ല. സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ല. ആളുകൾ അടിക്കുമെന്നുള്ള പേടിയാണ്. അപ്പോൾ അത് കാരണം തിയേറ്ററിൽ പോയിട്ട് ജഗദീഷ് 2ാമത്തെ ദിവസം മറ്റേ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എന്നെ വിളിച്ചു. മറ്റേ സീൻ നന്നായിട്ടുണ്ട്, മറ്റേ സീൻ ഇങ്ങനെയാണെങ്കിൽ നന്നിപ്പോൾ ഞങ്ങൾ എപ്പോഴും സിനിമകളെ പറ്റി സംസാരിക്കുകയും വളരെ അടുത്ത, അത് കുടുംബമായിട്ടും വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ്. ഇപ്പം മക്കളുടെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ എൻ്റെ അടുത്തൊക്കെ പറയുമ്പോൾ എൻ്റെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ജഗദീഷ് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന, അത് സിനിമയ്ക്ക് പുറത്തും വളരെ ദൃഢമായിട്ടുള്ള സുഹൃത്ത് ബന്ധം കീപ്പ് ചെയ്യുന്നതിൽ ഒരാളാണ് ജഗദീഷ്. ഇപ്പോൾ ഗണേശനാണെങ്കിലും അങ്ങനെയാണ്. ഇപ്പം ഇന്ന് ഗണേശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ നോക്കുമ്പോൾ ഗണേശൻ വിളിക്കുകയാണ്. വിളിച്ചിട്ട് മന്ത്രിയാവുന്ന കാര്യമോ സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാര്യത്തെ പറ്റിയൊന്നും കാര്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ അതെ ഞാൻ ഇന്ന് തുടങ്ങണം കേട്ടോ എന്ന് പറഞ്ഞ അത് വളരെ സന്തോഷം. ഞാൻ അറിഞ്ഞിങ്ങനെ അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് വരാം, വീട്ടിലേക്ക് വരാം. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ദിവസം വന്നിട്ട് ഗണേശനും ഭാര്യ ഉണ്ടായിരുന്നു വീട്ടിൽ കുറേ നേരം. അതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരിക. ഞാൻ സിനിമയിൽ വരുമ്പോൾ തന്നെ ഇവരൊക്കെ സിനിമാ നടന്മാരും അല്ലെങ്കിൽ പേര് കേട്ട ആളുകളുമാണ്. ഞാനൊക്കെ ഗണേശനോട് സംസാരിക്കാൻ കൊതിച്ച് നിന്നിട്ടുണ്ട്. കാരണം ഒന്ന് മന്ത്രിയുടെ മകൻ, 2 ഇരകൾ എന്ന് പറയുന്ന സിനിമയിലെ ഹീറോ ആയിട്ട് വന്ന ആള്. അപ്പോൾ ഒരു സ്റ്റാറിനെ കാണുന്ന പോലെയാണ് ഞാൻ ഗണേശനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഗണേശൻ എന്നെ വളരെ അടുത്തൊരു സുഹൃത്തിനെ പോലെയാണ്. എന്നെ ബാലകൃഷ്ണപിള്ള സാറൊക്കെ ഉള്ള സമയത്ത് തന്നെ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് വീട്ടിൽ കൊണ്ടുപോകും. അവിടെ വീട്ടുകാരൊക്കെ ആയിട്ട് വളരെ അടുപ്പവും. ഗണേശൻ ഇല്ലാത്ത സമയത്തും ഞാൻ ചിലപ്പോൾ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ വിളിക്കുകയാണ് ഗണേശൻ്റെ അമ്മ പറയും മുമ്പ് വീട്ടിലേക്ക് വന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് വ്രതമാണ്. എൻ്റെ അടുത്ത് 6 മണി വരെ വ്രതമാണ്. വാ നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അമ്പലത്തിൽ പോകും. അമ്പലത്തിനകത്ത് എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പുറത്ത് കാത്ത് നിൽക്കും. അമ്മ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വീട്ടിൽ വന്നിട്ട് ഞങ്ങളൊന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പം അങ്ങനെയൊക്കെ അത്രയും അടുപ്പം തരുന്ന, അത് സിനിമയ്ക്ക് അങ്ങനൊരു ഒരു വലിയ ഒരു ഗുണമുണ്ട്. നമ്മളിവരെ വിളിക്കുന്നില്ല, ഇവരെ കാണുന്നില്ലെങ്കിൽ ഇവരൊക്കെ നമ്മളെ കാണുന്നുണ്ടല്ലോ എപ്പോഴും. നേരത്തെ ആതിര പറഞ്ഞ പോലെ ഞാൻ ആതിരെ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. എന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, വളരെ അടുപ്പുള്ള ഒരാളാണ് മുമ്പിലിരിക്കുന്നതെന്ന് തോന്നുമല്ലോ. എന്നതുപോലെ ഒരു ദൃഢമായിട്ടൊരു ബന്ധം ഇവരൊക്കെ ആയിട്ട് കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതെൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ല, ഞാൻ നേരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുക, നേരെ കാണാൻ തോന്നിയില്ല? ഇപ്പം ഇത്രയും ഒക്കെ ഇങ്ങനെ ആഘോഷിക്കപ്പെടുമ്പോഴും ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇത്ര നല്ലൊരു കഥാപാത്രമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം കാണണം തോന്നിയില്ലേ? കാണണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമ സാധാരണ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നത് ഇപ്പോൾ PVR-ലോ ഒക്കെ പോയി കാണുന്നത് ഫാമിലി എപ്പോഴും ഭാര്യ മക്കളും ഒക്കെ ആയിട്ടാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് സിനിമ കാണാൻ പോവുക.
ഇതിന് പോകുമ്പോൾ ഇവരെന്നെ കൊണ്ടുപോകില്ല. കാരണം ഞാനുള്ള സിനിമ ആയതുകൊണ്ട് പൊതുവെ പോയി കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്രൈവസി കുറച്ച് കുറയും. നമ്മളുള്ള സിനിമ ആകുമ്പോൾ കുറച്ചും കൂടെ ആളുകളുടെ ഒരു അറ്റൻഷൻ വരുമല്ലോ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് ചിലർ വന്ന് വിഷയം ഫോട്ടോ എടുക്കും പോവും. അപ്പോൾ ഇവർ മാറി നിൽക്കും. ഇവരെ ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പോലെ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കും. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് എൻ്റെ അടുത്ത് വന്ന് എല്ലാവരും സംസാരിക്കും, ഫോട്ടോ എടുത്തൊക്കെ പോകും. ഇതെന്തായാലും ഞാൻ അഭിനയിച്ച സിനിമയ്ക്ക് പോകുമ്പോൾ എന്നെ കൊണ്ടുപോകില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോകാനായിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ ചെയ്യുന്നത് കുറച്ചൊക്കെ ഒരു തിരക്കൊക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ണികൃഷ്ണനോ അങ്ങനെ ആരെങ്കിലും, ഉണ്ണികൃഷ്ണനാണ് സാധാരണ എൻ്റെ കൂടെ അങ്ങനെ സിനിമക്ക് ഇതുവരെ നേര് കണ്ടിട്ടില്ല. കാണാൻ കുറച്ചും കൂടെ തള്ളി പോട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നല്ല തിരക്ക് കുറച്ചും കൂടെ നീങ്ങി ഇങ്ങനെ നിൽക്കട്ടെ, അത് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് പോയി കാണാം. ഇതുപോലെ ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞ പോലെ ഇതിന് നമുക്ക് വേറൊരാളെ മാറ്റി ചിന്തിക്കാൻ പറ്റില്ല, ഇത് ഇക്ക തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ഇക്കയ്ക്ക് സ്വയം ഇങ്ങനെ തോന്നിയതുണ്ടോ, ഞാൻ അഭിനയിച്ചിട്ട് അത് അത്ര ഓക്കെ ആയിട്ടില്ല, കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു, അങ്ങനെയൊക്കെ തോന്നിയ കഥാപാത്രങ്ങളുണ്ടോ? തുടക്കത്തിലല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും ഉണ്ട്, മിക്കവാറും അങ്ങനെ തോന്നും. ഇപ്പോൾ നേര് റിലീസായത് ഇപ്പോൾ ആയതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ കണ്ടാൽ, പക്ഷെ എന്നാലും കറക്ഷൻസ് ഉണ്ടാവും. എന്നാലും ഞാൻ ഡബ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ചില കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്, അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴും മാറ്റി ചെയ്യണം എന്ന് തോന്നും. പക്ഷെ മുമ്പൊക്കെ ചെയ്ത എല്ലാ സിനിമകളും ഇപ്പോൾ രണ്ടാമത് ചെയ്യണമെന്ന്. ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സന്ദേശമാണ്. സന്ദേശം എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ അന്ന് ഈ ഹ്യൂമർ മാത്രം ചെയ്യുന്ന റോളുകൾ ഓടിയാണെന്ന് ചെയ്യുന്ന ഒരു സമയത്താണ് ഇങ്ങനെ സത്യനന്ദിക്കാട് വിളിക്കുന്നത്. അപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ പടത്തിലൊരു വേഷം കിട്ടി, സത്യനന്ദിക്കാടിൻ്റെ പടത്തിലൊരു വേഷം കിട്ടുക എന്ന് പറയുന്നത് അന്നും ഇന്നും ഒരു വലിയ വാല്യൂ ഉള്ള ഒരു കാര്യമാണ്. നിധി പോലെ ഉള്ളൊരു കാര്യം. അതെ, അപ്പം അന്ന് ആ വേഷം അത്ര ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. സംഭാഷണങ്ങൾ പറയുന്നതിൻ്റെ ഒരു വേഗതയും, ഞാൻ ഇതുപോലെ ആയിരുന്നില്ല പണ്ട് സംഭാഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെ പിന്നീട് എനിക്ക് കണ്ടാണ് അങ്ങനെ പോരാ, കുറച്ചും കൂടെ സ്ലോയിൽ പറഞ്ഞെങ്കിൽ മാത്രമാണ്, വോയിസ് കുറയ്ക്കാനല്ല, ഇതിൻ്റെ സ്പീഡ് കുറച്ചെങ്കിൽ മാത്രമാണ് നമ്മൾ പറയുന്നതിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി ഓരോന്ന് ചെയ്തു വരുമ്പോൾ ഓ അത് ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ ഞാൻ ഇപ്പോഴും സത്യേട്ടനോട് പറയും, സത്യത്തെ സന്ദേശത്തിൻ്റെ ഒരു രണ്ടാം ഭാഗം എങ്ങനെയെങ്കിലും ഒന്ന് ശ്രീനേട്ടനോട് പറഞ്ഞിട്ട് ഒന്ന് എടുക്കാൻ നോക്കാം. അപ്പോൾ എങ്ങനെയായാലും ഉദയഭാനം ഉണ്ടാവുമല്ലോ അത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണുള്ള ആഗ്രഹം കൊണ്ട് എപ്പോഴും പറയും. ഇങ്ങനെ കഥാപാത്രങ്ങളുടെ പേരുകളൊക്കെ നന്നായി ഓർത്തിരിക്കുന്നുണ്ടോ ഇക്ക? കുറേയൊക്കെ പറഞ്ഞു, കഥാപാത്രങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കുറേ ഓർക്കും. അതിനേക്കാളും കൂടുതൽ സന്ദർഭങ്ങൾ ഓർക്കും. ഈ അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഇൻസിഡൻസ്, ആ സന്ദർഭത്തിലുണ്ടായ ചില തമാശകൾ, അല്ലെങ്കിൽ ഇന്ന ലൊക്കേഷനിലായിരുന്നു എന്നൊക്കെ. ചില ആക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചില സിനിമകൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ, ടി വിയിലൊക്കെ കാണുമ്പോൾ ആലോചിക്കും ഇതൊക്കെ എപ്പോൾ അഭിനയിച്ചാവോ എന്നിങ്ങനെ അവർക്ക് തോന്നാറുണ്ട്. എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഒരു സീൻ കണ്ട അപ്പം അതിൻ്റെ ഒരു പാസ്റ്റ് എല്ലാം പെട്ടെന്ന് ഓർമ്മ വരും, മറക്കാൻ പറ്റില്ല. അതൊക്കെ അത്ര ആസ്വദിച്ച് ചെയ്യണോണ്ടായിരിക്കും. അല്ല, ഞാനിപ്പോൾ ഇങ്ങനെ ഉദയഭാനു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് വളരെ നന്നായി അറിയാം, പക്ഷേ നിങ്ങൾ വീണ്ടും ഇത് തന്നെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പല പേരുകൾ കേൾക്കുന്നു. അങ്ങനെ ഈ 90കളുടെ ആ ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിരുന്നല്ലോ, അങ്ങനെ സംഭവിച്ചിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും സിനിമയിലേക്ക് തന്നെയാണ് എന്ന് പറയുന്നൊരു ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നോ? ഒന്നും അറിയില്ലല്ലോ, വേറൊരു ജോലി അറിയില്ല. അപ്പം ആ സമയത്തൊക്കെ അങ്ങനെ ചിന്തിക്കാൻ അത്രയും എന്ന് വെച്ചാൽ സിനിമയിൽ അത്രയും പക്വതയായോ ഞാൻ ചോദിക്കാം. ഓക്കെ, സിനിമ തന്നെ ചെയ്യുള്ളൂ എന്ന് പറയുന്ന തരത്തിൽ അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളൂ. അങ്ങനെയാണ്. വേറെ ഒരു കാര്യത്തെപ്പറ്റി ആലോചിക്കണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മേഖലയിൽ അറിവുണ്ടാവണം, അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടാവണം, വേറെ എന്തെങ്കിലും ഒരു മേഖലയെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. അതൊന്നുമില്ല. സിനിമ തന്നെ, സിനിമ വരും, സിനിമ വരട്ടെ, സിനിമയിൽ തന്നെ. അതും അഭിനയം തന്നെ. ഈ ഇടയ്ക്ക് നിർമ്മാണമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ആ സിനിമ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിനേതാവിൻ്റെ ശ്രമം എന്ന നിലയിൽ മാത്രം ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അഭിനയത്തിൽ നിന്ന് മാറിയിട്ടൊന്നും ചിന്തിക്കാൻ ഇതേവരെ തോന്നിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 38 വർഷമായെന്ന് പറഞ്ഞു. ചെറിയ കാലഘട്ടമൊന്നുമല്ല, വലിയ കാലഘട്ടം. പിന്നെ ആ സമയത്തെ പോലെ അല്ലല്ലോ ഇന്ന്, എല്ലാം മാറി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെ ഈ രണ്ട് കാലഘട്ടവും കണ്ട ഒരാളെന്നുള്ള മട്ടിൽ എങ്ങനെയാണ് ഈ മാറ്റങ്ങളെ എങ്ങനെയാണ് അന്നും ഇന്നും എന്നുള്ളത് തരത്തിൽ നോക്കിക്കാണും? ഈ അങ്ങനെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഇപ്പം രണ്ട് കാലഘട്ടം എന്ന് പറയാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ ഇയർ തൊട്ട് ഒരു കാലഘട്ടം, ആ പർട്ടിക്കുലർ ഇയറിന് ശേഷം വേറൊരു കാലഘട്ടം, അങ്ങനെ തോന്നിയിട്ടില്ല. ഗ്രാജുവലായിട്ടുള്ള മാറ്റം ഓരോ കാര്യത്തിലും ഉണ്ടായി വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ നോക്കും. അപ്പം ഞാനെപ്പോഴും ഞാൻ അളക്കുന്നത് എപ്പോഴും ഞാനൊരു അറിവ് കുറഞ്ഞ ആളായിട്ടാണ് എനിക്ക് എന്നെക്കുറിച്ച് തോന്നിയിട്ടുള്ളൂ. പല കാര്യങ്ങളെപ്പറ്റി എനിക്ക് അറിവില്ല, അത് പലതും എനിക്കറിയില്ല. അപ്പം സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ അറിവില്ലായ്മ എന്നൊരു സംഗതിയുണ്ട്. നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അത് നമ്മുടെ തെറ്റല്ല, പക്ഷെ നമുക്കത് അറിയില്ല എന്നുള്ളത് അറിയില്ലെങ്കിൽ നമ്മുടെ തെറ്റായി പോകും. ഇപ്പം ആതിരയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ല,
അതൊരു തെറ്റല്ല, ഡ്രൈവിംഗ് പഠിച്ചാൽ മതി. പക്ഷെ അവർക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്നുള്ള വിവരം അവരൊക്കെ അറിയില്ല. അവർ കയറി ഡ്രൈവ് ചെയ്യും, നമ്മൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയിരിക്കും എന്ന് പറഞ്ഞ പോലെ നമുക്ക് പല കാര്യങ്ങളും അറിയില്ല എന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മളത് അറിവുള്ളവരോട് ചോദിക്കും. അപ്പോൾ പലരും പറഞ്ഞു തരുന്ന അറിവുകൾ നമ്മുടെ അറിവിനെ കൂട്ടും. പലതിനെ പറ്റിയും ഇപ്പോഴും ഞാൻ ഓരോന്നും ഇപ്പം ചിലപ്പോൾ ചോദിക്കുന്ന എൻ്റെ മോളോടോ മോനോടോ ആയിരിക്കും, മക്കളോട് ചോദിച്ചാണ് പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് പല ഇംഗ്ലീഷ് വാക്കുകളുടെയും പ്രൊനൗൺസിയേഷൻ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് തെറ്റായിരുന്നു. എനിക്ക് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാൻ അറിയാൻ പാടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ചില സിനിമകളിൽ ഞാൻ തെറ്റി പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എൻ്റെ മക്കളായിരിക്കും ചിലപ്പോൾ അത് തിരുത്തി തരുന്നത്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അറിവുള്ള എൻ്റെ സുഹൃത്തുക്കൾ പറയും അങ്ങനെയല്ല അത് പറയേണ്ട, അങ്ങനെയല്ല പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ അതിനെപ്പറ്റി കുറച്ചും കൂടെ ബോധവാനാവും. സിനിമയിലൊരു ഏതെങ്കിലും ഡയലോഗിൽ ഇപ്പോൾ ഇതിനകത്തൊക്കെ നേരിലൊക്കെ ഒരുപാട് ഇംഗ്ലീഷ് ഡയലോഗുകൾ തന്നെയുണ്ട്. അപ്പോൾ ഞാനത് പഠിച്ചും അത് അറിവുള്ള ആളുകളോട് ഞാൻ പിന്നെയും ചോദിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ തന്നെയാണോ അത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നൊക്കെ അതിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയാത്ത ഒരാളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് വേറെ ആളോട് ചോദിക്കാൻ തോന്നുള്ളൂ. അല്ലാതെ ഇല്ലല്ല ഇത് തന്നെയാണ്, ഇതാണ് അതിൻ്റെ ശരിയെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നമ്മുടെ ഒരു അറിവില്ലായ്മയെ തിരിച്ചറിയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എപ്പോഴും കറക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അത്തരം ചേഞ്ചസ് സിനിമയിൽ വരുന്നതിന് ഇതെല്ലാം ചേഞ്ചാണെന്നുള്ള ഒരു അക്സെപ്റ്റൻസോടുകൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ കാലഘട്ടത്തിനനുസരിച്ച് അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. അല്ലാതെ ഇതൊന്നും ശരിയല്ല, പണ്ടത്തെ ആയിരുന്നു നല്ലത് എന്ന് ഉള്ളൊരു മനോഭാവത്തോടുകൂടി ഇരുന്നാൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോൾ നമ്മളാരും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. ഇപ്പോൾ നമ്മുടെ വസ്ത്രധാരണത്തിലോ നമ്മുടെ സംസാര രീതിയിലോ വലിയ മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ പോലും ഈ പുതിയ മാറ്റങ്ങളെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറായാൽ മതിയാവും. അങ്ങനെയാണ് തോന്നിയിട്ടുള്ളൂ. പുതിയ സിനിമകളൊക്കെ കാണാറുണ്ടോ? ഇറങ്ങുന്ന സിനിമകളൊക്കെ എല്ലാ സിനിമയും കാണും. ഇപ്പം നമുക്ക് കുറച്ചുകൂടി സൗകര്യം ഉണ്ടല്ലോ, ഈ OTT പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കാണാൻ പറ്റും, തിയേറ്ററിൽ മിസ്സായാൽ പോലും. എന്നാലും എനിക്കിപ്പോഴും തിയേറ്ററിൽ കാണാനാണ് ഇഷ്ടം. തിയേറ്ററിൽ പോയിരുന്ന് ആ ക്രൗഡിൻ്റെ ഇടയിൽ ഇരുന്ന് പോപ്കോണൊക്കെ തിന്നിട്ട് അങ്ങനെ ആ ഒരു അത് കിട്ടാറുണ്ടോ? അങ്ങനെ അത് കിട്ടും ആണല്ലേ, എല്ലാ സിനിമയും കാണും. അതെ അല്ലേ. അത് ചിലതൊക്കെ പ്രത്യേകിച്ച് അന്യഭാഷ സിനിമകളൊക്കെ ഇപ്പോൾ ആനിമൽ ഉള്ള സിനിമകളൊക്കെ റിലീസിൻ്റെ അന്ന് തന്നെ എങ്ങനെയെങ്കിലും പോയി കാണും. അത് മിസ്സാക്കാൻ നോക്കില്ല. ആദ്യത്തെ ഒരു ആരവത്തോടുകൂടി തന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതൊരു വല്ലാത്തൊരു സുഖം തന്നെയാണത്. ഈ സിനിമ അല്ലാതെ മറ്റ് ഹോബീസ് വിനോദങ്ങൾ എന്തായിരിക്കും? സിനിമ തന്നെ, സിനിമ കാണുക, സിനിമയിൽ അഭിനയിക്കുക, സിനിമയെ പറ്റി ആലോചിക്കുക, സിനിമയെ പറ്റിയുള്ള ഡിസ്കഷൻസിൽ പോയിരിക്കുക, മറ്റുള്ളവർ പറഞ്ഞ കഥകൾ കേൾക്കുക, അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ സമയവും കാണുന്നത്. പിന്നെ വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വായിക്കാൻ ഇഷ്ടമാണ്. ഒരുപാട് സമയം കിട്ടുന്നതനുസരിച്ചൊക്കെ എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കുറേ അറിവുണ്ടാക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ ഭാഷ നന്നാവും, അപ്പോൾ നമ്മുടെ ചില പ്രയോഗങ്ങൾ നന്നാവും, നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില വാക്കുകൾ പഠിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഈ അഭിനയത്തിനെ ഒന്ന് പോളിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സമയത്ത് ഇപ്പോൾ അതിനുള്ള അവസരങ്ങൾ കുറച്ച് കുറവാണ്. പണ്ട് ശരത്ചന്ദ്രൻ എന്ന് പറഞ്ഞൊരാൾ, KV ശരത്ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, കൊച്ചിൻ ആകാശവാണിയിലുണ്ടായിരുന്നു. അപ്പോൾ ശരത്ചന്ദ്രനുള്ള സമയത്ത് ഒരുപാട് റേഡിയോ നാടകങ്ങളിൽ അഭിനയിപ്പിക്കുമായിരുന്നു. റേഡിയോ നാടകങ്ങൾ നല്ലൊരു എക്സസൈസാണ്. ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശബ്ദം കൊണ്ടാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഇമോഷൻസും വിഷ്വലും ഒക്കെ നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മളിവിടെ ഇരുന്നിട്ട് ആതിര വരൂ എന്ന് പറഞ്ഞാൽ ആതിര കുറച്ച് ദൂരെ നിൽക്കുന്ന ആളാണെന്നും അപ്പുറത്ത് നിൽക്കുന്ന ആതിരയാണ് വിളിക്കുന്നതെന്നും റേഡിയോ കേൾക്കുന്നവരൊക്കെ മനസ്സിലാവും. ആതിര എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിച്ചാൽ ആതിര എൻ്റെ തൊട്ടടുത്തിരിക്കുകയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ ശബ്ദത്തിൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ട് നമ്മൾ ആളുകൾ ഉണ്ടാക്കുന്ന ഫീലാണെന്നുള്ളതൊക്കെ റേഡിയോ നാടകങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു റേഡിയോ നാടകത്തിൽ 6 കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തിട്ടുണ്ട്. 6 കഥാപാത്രങ്ങൾക്ക്, അതായത് ചേട്ടനും അനിയനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഒറ്റ റേഡിയോ നാടകം, അതിലത്ത് വേറെ ആരും അഭിനയിച്ചിട്ടില്ല. വോയിസ് ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ ആദ്യം ഒരു കഥാപാത്രത്തിൻ്റെ ഡയലോഗുകൾ മാത്രം വായിച്ചു പോകും. പിന്നെ മറ്റേ കഥാപാത്രത്തിൻ്റെ വായിക്കും. അപ്പോൾ അപ്പോൾ അതിനകത്തൊരു ജയിലറുണ്ട്. എന്നാൽ ഞാൻ ആ ജയിലറുടെ ശബ്ദത്തിൽ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ജയിലറുടെ ഒരു ശബ്ദത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ഒരു വേറെ രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കും. പിന്നെ നോക്കുമ്പോൾ 3 കഥാപാത്രമുള്ളൂ. അങ്ങനെ ആ പള്ളിയിലച്ഛൻ്റെയും കൂടെ ഞാൻ കൊടുത്താലോ? അപ്പോൾ ശരത്ചന്ദ്രൻ പറഞ്ഞു കൊടുത്തോ. പിന്നെ നോക്കുമ്പോൾ ആകെ 2 പേരുള്ളൂ. അപ്പോൾ അതിനകത്തൊരു ഗോപാലേട്ടനുണ്ട്. ഞാൻ ഗോപാലേട്ടനെ ഞാൻ തന്നെ ചെയ്യാം. അങ്ങനെ പറഞ്ഞ് 6 പേരുടെ ശബ്ദം ചെയ്തു. അപ്പോൾ റേഡിയോ നാടകം കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. മറ്റത് സിദ്ദീഖ്, ഗോപാലേട്ടൻ, സിദ്ദീഖ്, പള്ളിയിലച്ഛൻ, സിദ്ദീഖ്, ഇങ്ങനെ പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് എന്നോട് അടുപ്പമുള്ള വളരെ അടുത്ത ചില സുഹൃത്തുക്കൾ പറഞ്ഞ് ഒരു 3 നീയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. മറ്റേ 3 ഞെട്ടിച്ചു കളഞ്ഞിട്ട് പിന്നെ അത് എനിക്ക് അനൗൺസ് ചെയ്തപ്പോഴാണെന്ന് മനസ്സിലായത്. ചിലർക്ക് വേറെ 3 ക്യാരക്ടർ ഞാനാണെന്ന് മനസ്സിലായി, പള്ളിയിലച്ഛൻ ഞാനാണെന്നുള്ളത് പിടിയിട്ടില്ല, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും
അതൊക്കെ റേഡിയോ നാടകത്തിലേ പറ്റുള്ളൂ. ഒരു സിനിമയിൽ നമ്മൾ എത്ര ആയാലും നമ്മളല്ലേ വരുന്നത്, പിന്നെ വേറെ എന്ത് ശബ്ദം മാറ്റിയാലും ആൾക്ക് മനസ്സിലാവും ഇന്ന ആളാണെന്നുള്ളത്. റേഡിയോ നാടകത്തിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അതൊക്കെ പിന്നെ സിനിമ അല്ലാതെയുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമാണ്. ഈ തീവ്രമായ ആഗ്രഹത്തിന്റെ പുറത്തുനിന്നായിരിക്കുമല്ലോ അല്ലെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള തോന്നൽ വരുന്നത് അല്ലേ? നമ്മൾ എന്തെല്ലാം രീതിയിൽ ആളുകളുടെ മുമ്പ്, കലാകാരനാണല്ലോ, എൻ്റർടൈനർ ആണല്ലോ, ആളുകൾ എങ്ങനെയൊക്കെ രസിപ്പിക്കാം എന്നുള്ളതാണ് എപ്പോഴും ആലോചിക്കുക. അതിപ്പോൾ ഞാൻ സദസ്സിലിരിക്കുമ്പോൾ പോലും ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം അതാണ്. നമ്മളെപ്പറ്റി തന്നെ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ഒരാൾക്കും ഇഷ്ടപ്പെടില്ല. ഇത്തരം ഇൻ്റർവ്യൂകളിൽ ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ്. ഞാനിരുന്ന് പറയുന്ന മുഴുവൻ എന്നെക്കുറിച്ചല്ലേ. ഇത് കേൾക്കുന്ന ആൾക്ക് ബോറടിക്കരുതല്ലോ. ഇയാൾ കുറേ നേരം അല്ല ഇയാൾ അങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണെന്ന് പറയുന്നല്ലോ എന്ന് തോന്നാനും പാടില്ല. അപ്പോൾ അതിനെ രസകരമാക്കുക എന്നുള്ളൊരു ശ്രമം കൂടെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ മുഷിക്കുന്നത് നമ്മളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഞാനെങ്ങനെയാണ്, എനിക്കൊരു പ്രത്യേകത ഉണ്ട്, എനിക്കെപ്പോഴും എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ സംസാരിക്കുമ്പോൾ ആ സെക്കൻഡിൽ നമുക്ക് മുഷിച്ചിൽ തുടങ്ങും. ഇയാളെ നമ്മൾ പതിയെ അകറ്റാൻ തുടങ്ങും. സംബന്ധിച്ച് ചിലരതല്ല, അവരെ പറ്റി പറയുകയില്ല, വേറെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, വേറെ ചില സംഭവങ്ങൾ പറയും, അവർ പ്രസൻറ്റ് ചെയ്യണ കേൾക്കാൻ നല്ല രസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് നമ്മളെപ്പോഴും കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റൊരാൾക്ക് മുഷിയരുതെന്ന് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഈ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കതല്ലേ ചോദിക്കാൻ ഉണ്ടാവുക, നമുക്കതല്ലേ അറിയാം. ഞാൻ പിന്നെ വേറെ ആളുകളെ പറ്റി അല്ലല്ലോ ഇവിടെ വന്നിരുന്ന് പറയേണ്ടത്, നമ്മളെ പറ്റി തന്നെ പറയണം. പക്ഷെ എന്നാലും അത് നമുക്ക് നിങ്ങളെ കുറിച്ച് അറിയാനാണല്ലോ ആഗ്രഹം. പക്ഷെ അതും കാര്യമായി ഉണ്ടാക്കാതെ അത് പറയാനും പറ്റണം. ഈ അന്യഭാഷാ സിനിമകളിലെ ഒരു പരിധിക്കപ്പുറം ശ്രമിക്കാത്തതാണോ, അതല്ല അങ്ങനെ ഒരു വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലേ? താല്പര്യം ഇല്ലാന്ന് തന്നെ പറയാം. എനിക്കങ്ങനെ ഞാനിവിടെ തന്നെ ഭയങ്കര സുഖത്തിലല്ലേ. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. എനിക്ക് അങ്ങനെ അന്യഭാഷേൻ്റെ ഒരു മോഹമൊന്നുമല്ല. എന്നാലും ചില ഓഫേഴ്സൊക്കെ വരുമ്പോൾ ഞാൻ പോയി ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് അന്യഭാഷയിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പ്രതിഫലമോ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വീകരണമോ ഒന്നും എനിക്കങ്ങനെ അത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കിവിടെ ഇവരുടെയൊക്കെ കൂടെ ഉണ്ടാവുക എപ്പോഴും നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളും അവരുമായിട്ടുള്ളൊരു അസോസിയേഷനും അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ അന്യഭാഷ നല്ലൊരു ഓഫർ വന്നാലൊക്കെ പോയി ചെയ്യാനോണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമില്ല. ഞാനായിട്ട് അതിന് ശ്രമം ഇന്നവരെ നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും പ്രശസ്തനായ ഒരു സംവിധായകനെ ഒന്ന് കാണാൻ പോവുകയോ അല്ലെങ്കിൽ അവരെ വിളിച്ചിട്ട് എനിക്കൊരു അവസരം തരണമെന്ന് പറയുകയോ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ എനിക്കൊരു റോള് കിട്ടാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും. അതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയാൽ ചിലപ്പോൾ സാധിക്കുമായിരിക്കും. പക്ഷേ ഇതവരെ അങ്ങനെ ശ്രമം നടത്തിയില്ല. ഞാൻ ആ ശ്രമം പോലും ഇവിടെ മലയാളത്തിൽ തന്നെയാണ് ചെയ്യുക. അന്യഭാഷകൾ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു വലിയ അട്രാക്ഷൻ അല്ല. എനിക്കെന്തോ അങ്ങനെ അതിലൊരു വലിയ ആഗ്രഹം തോന്നിയിട്ടില്ല. എങ്ങനെയാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്? എങ്ങനെയാണ് ഈ സിനിമ ചെയ്യാം എന്ന് പറയുന്ന മട്ടിലുള്ള അവർ നമ്മളെ തിരഞ്ഞെടുക്കല, നമുക്കൊരു റോള് തരലാണ്. ഇപ്പം ചില ആളുകളൊക്കെ പറയും ഇങ്ങനെ, ഞാൻ എൻ്റെ അടുത്ത് ഈ കഥാപാത്രത്തെ പറ്റി അപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഈ കഥാപാത്രം ചെയ്യാം. എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ആരും പറയാറില്ല. എനിക്കൊരു വേഷം ഉണ്ടെന്ന് പറയും, പിന്നെ കഥാപാത്രം എന്താണെന്ന് പറഞ്ഞു തരും എന്നല്ലാതെ ഞാൻ തിരഞ്ഞെടുപ്പൊന്നുമില്ല. ബഗേഴ്സ് കാൻ ബി ചൂസേഴ്സ്. ഐ ആം എ ബഗർ ഓൾവേസ്. ഈ പറയണ മാതിരി നമ്മൾ വന്നപ്പം ഒക്കെ പറഞ്ഞ മാതിരി എനിക്കൊന്ന് സിനിമയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ വിട്ടാൽ പിന്നെ ഏത് പൊതുവേദികളിൽ കണ്ടാലും മുണ്ടും ഷർട്ടും ആണ്. ആ ഒരു തരത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതാണോ ഇഷ്ടപ്പെട്ട കംഫർട്ടബിൾ ആയിട്ടുള്ള? എപ്പോഴും അത് തന്നെയാണ്. മാക്സിമം ഒരു സിമ്പിൾ ആയിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും സന്തോഷം. പിന്നെ വെള്ളമുണ്ടും ഷർട്ടും ധരിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ അത് എൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറി. വെള്ളമുണ്ടിലും ഷർട്ടിലും അല്ലാതെ എന്നെ കാണുമ്പോൾ ചിലർ അയ്യേ ഇത് വേണ്ട, മറ്റേ വെള്ള ഷർട്ട് ഇട്ട് തന്നെ വന്നാൽ മതി എന്ന് പറയും. ഇതിപ്പോൾ ആദ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ വെള്ള ഷർട്ട് മാറ്റിയിട്ട് വന്നതാണ്. അതുപോലെ തന്നെ ഈ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് തന്നെയാണ്. അതെ, അത് പണ്ട് മുതലേ കോൺഗ്രസിന്റെ നേതാക്കന്മാരോടായിരുന്നു വലിയ ആരാധന തോന്നിയിരുന്നത്. കെ കരുണാകരനോടും ഇന്ദിരാഗാന്ധിയോടും വയലാർ രവിയോടും ഒക്കെ ഉള്ള അവരുടെ പ്രസംഗങ്ങൾ കേട്ട് അവരുടെ പ്രവൃത്തികൾ കണ്ട് കരുണാകരൻ സാറൊക്കെ ഇപ്പം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തൊക്കെ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ കണ്ട് അവരോടുള്ള ആരാധന മൂത്തിട്ടാണ് ഈ കോൺഗ്രസ് പാർട്ടിയോട് അല്ലെങ്കിൽ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെയും മോത്തിലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെ ഒക്കെ ചരിത്രം പഠിച്ചു വന്നതുകൊണ്ട് അങ്ങനെയാണ് കോൺഗ്രസിനോടൊരു ഇഷ്ടം അന്ന് തോന്നി തുടങ്ങിയത്. ഇന്നും അത് മാറിയിട്ടില്ല. എപ്പോഴും ആ കോൺഗ്രസിനോട് തന്നെയാണ് ഇപ്പോഴും. അവസാനം ഉമ്മൻചാണ്ടി സാർ വരെ ഉള്ള ആളുകളോട് ഭയങ്കരമായ അടുപ്പവും സ്നേഹവും. പിന്നീട് സിനിമയിൽ വന്നതിന് ശേഷം ഇവരോടൊക്കെ വളരെ അടുത്ത് ഇടപഴകാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും
കോൺഗ്രസിൽ തന്നെയാണ് വിശ്വാസം. കോൺഗ്രസ് ഇനിയും തിരിച്ചു വരണമെന്നൊക്കെ തന്നെയാണ് പ്രാർത്ഥന. അങ്ങനെ ഒരു സിനിമാ നടനായതുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ മട്ടിലുള്ള ഒരാളായതുകൊണ്ട് ഭയങ്കരമായി പ്രിവിലേജ് എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ മാതിരി ഈ നമുക്ക് ഈ ലീഡേഴ്സൊക്കെ ആയിട്ടും അടുത്തിടപഴകാനും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഓക്കെ ഇങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ എന്ന് ഭയങ്കരമായി വിചാരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ? ഇങ്ങനൊരു നടനായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. നടനായതുകൊണ്ട് ഐ ആം പ്രിവിലേജ് അല്ലേ? എവിടെയൊക്കെയാണ് പ്രിവിലേജ് കിട്ടുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ ഒരു ചടങ്ങിൽ വേദിയിലിരുന്നത് MT വാസുദേവൻ നായരും മമ്മൂട്ടി മോഹൻലാലും ഞാനുമാണ്. എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ അർഹനാണോ എന്ന് തോന്നുന്നു. കാരണം രണ്ട് പ്രതിഭാധനരായ നടന്മാർ, മലയാളം കണ്ട ഏറ്റവും പ്രതിഭാധനായ എഴുത്തുകാരൻ, ഇവരുടെ ഒപ്പമാണ് എനിക്ക് കയറി ഇരിക്കാൻ പറ്റും. അത് ഞാനൊരു നടനായതുകൊണ്ട് മാത്രമാണ്. നടനല്ലാതെ ഞാനിനി അതിനകത്ത് എന്തൊക്കെ വേറെ മിടുക്കുകൾ കാണിച്ചെങ്കിൽ പോലും എനിക്ക് അങ്ങനെ അവർ ഇരുന്നിട്ട് ഇവരെ മൂന്നുപേരോടും സംസാരിക്കാനുള്ളൊരു അവസരം അവർ തരില്ല. ഇത് മലയാള മനോരമ എന്നെ വിളിച്ചിട്ട് ഇത് കോർഡിനേറ്റ് ചെയ്യണം, മമ്മൂക്ക അടുത്തും ലാലിൻ്റെ അടുത്തും MT സാറിൻ്റെ അടുത്തും സംസാരിക്കണം, ഇവരുടെ കഥാപാത്രങ്ങളെ കുറിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രിവിലേജസ് എനിക്ക് കിട്ടാറുണ്ട്. അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. എനിക്ക് അത്തരം പ്രിവിലേജ് കിട്ടുന്നത് ഞാൻ വളരെ അഭിമാന പുരസ്സരം കാണുന്നുണ്ട്. അപ്പോൾ ഈ നടനായതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ളൊരു ഒരു അടുപ്പം ഇവരോടൊക്കെ നമുക്ക് പങ്കിടാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ട്രിവാൻഡ്രം മാസ്കറ്റ് ഹോട്ടലിൽ താമസിക്കുമ്പോൾ, മാസ്കറ്റിൽ ഞാൻ ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ VM സുധീരൻ സാർ കയറി വരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ഷൂട്ടിങ് നടക്കുന്നുണ്ട് സാർ. എന്നാ വാ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞു. അവിടെ ബ്ലാക്ക് കാറ്റ്സും പോലീസും വലിയ സെക്യൂരിറ്റിയിൽ നിൽക്കുന്ന ഒരാളാണ്. എത്ര നിസ്സാരമായിട്ട് പറഞ്ഞു വാ രാഹുൽ ഗാന്ധി കണ്ടിട്ട് പോകുന്നു. നേരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ നേരെ പോകുന്നു, രാഹുൽ ഗാന്ധിയുടെ മുറി പോകുന്നു, എന്നെ പരിചയപ്പെടുത്തുന്നു. VM സുധീരൻ ഇങ്ങനെ എന്നെ പറ്റി ഭയങ്കരമായിട്ട് ഇയാൾ എനി കൈൻഡ് ഓഫ് റോൾസ് ഹി വിൽ ഡു ആൻഡ് സോ മെനി വെർസറ്റൈൽ ക്യാരക്ടേഴ്സ് ഹി ഹാവ് ഡൺ സോ ഫാർ ആൻഡ് യു ഷുഡ് വാച്ച് ദീസ് മൂവി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രാഹുൽ ഗാന്ധി എൻ്റെ അടുത്ത് സംസാരിക്കുന്നു. ഞാൻ തോളത്തൊക്കെ പിടിച്ചൊന്ന് ഫോട്ടോ എടുക്കുന്നു. അതൊക്കെ എനിക്കൊരു നടനായതുകൊണ്ട് കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ അതൊക്കെ വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. മക്കളുടെ വിശേഷങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കാം? മക്കൾ സുഖമായിട്ടിരിക്കുന്നു. 3 മക്കളാണ്. 2 ആൺമക്കളുണ്ട്, ഒരു മോളും ഉണ്ട്. ഒരാളിപ്പോൾ സിനിമയിൽ തുടങ്ങി വരുന്നു. ശേഷം മൈക്കിൾ ഫാത്തിമയിൽ ഷഹീൻ അഭിനയിച്ചതാണ്. അതിനുശേഷം പിന്നെ ഏതോ ഒരു സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിങ്ങനെ ചെറുതായിട്ട് വരുന്നു. അതിലെന്തെങ്കിലുമൊക്കെ ഇടപെടാറുണ്ടോ? മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ? അങ്ങനൊരു ഉപദേശം പോലെ കൊടുക്കാറില്ല. ഞങ്ങളിരുന്ന് ഇങ്ങനെ ഒരു സംസാരിക്കും, ഓരോ കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ അവനിങ്ങനെ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ ചോദിക്കും, പിന്നെ ഞാൻ നടന്ന ചില തമാശകളെ പറ്റിയൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവരോട് ഇടപെടാറുണ്ട്. പിന്നെ ഞാനിങ്ങനെ ആകെ പറഞ്ഞു കൊടുക്കുന്ന ഇതാണ്, നമ്മളുടെ പെരുമാറ്റം നന്നാവുക എല്ലാവരോടും. നമുക്ക് എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിക്കുക. വലിയ ഒരാളവിടെ അങ്ങനെ പെരുമാറുമോ, താഴെയുള്ള ഒരാളാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാളോട് ഇങ്ങനെ പെരുമാറും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, അയാൾ നമ്മൾ വിചാരിക്കുന്ന പോലെ താഴെയുള്ള ഒരാളായിരിക്കില്ല, അത് വളരെ വലിയ ആളായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരേപോലെ കാണാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കുട്ടികളോട് എല്ലാവരോടും പറയുന്നൊരു കാര്യം അതാണ്. അല്ലാതെ നമ്മൾ ആരെക്കാളും മുകളിലാണെന്ന് വിചാരിക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയും. ഞാൻ സിനിമയിൽ ഞാൻ അങ്ങനെയാണ് ധരിക്കുക. ഞാൻ ഒരുപാട് പലരെക്കാളും താഴെയുള്ള ഒരാളാണ് ഞാൻ എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവില്ലെന്ന് ചോദിക്കുന്നത്. അങ്ങനെയല്ല, എനിക്ക് ഇൻഫീരിയോറിറ്റി അല്ല തോന്നുന്നു. ഞാൻ എന്നെക്കാൾ വലിയ ആളുകളുമായിട്ടാണ് എൻ്റെ കൂട്ടുകെട്ട്. എൻ്റെ വീട്ടിൽ വരുന്നതൊക്കെ എന്നെക്കാൾ വലിയ ആളുകളാണ് എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം. അപ്പോൾ നമ്മളെ കുറച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് നമ്മൾ മറ്റുള്ളവരെക്കാൾ കുറച്ച് താഴെയുള്ള ഒരാളാണെന്ന് ഉള്ളൊരു വിചാരം നമുക്കുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ബഹുമാനിക്കുകയും എല്ലാവരും നമ്മൾ സ്നേഹിക്കുകയും ചെയ്യും. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ബഹുമാനം തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നന്നാവാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം നല്ല നടനാണ് എന്നെപ്പറ്റി ഒരുപാട് പേര് പറയുന്നുണ്ട്, നല്ല ആക്ടറാണെന്ന് പറയും. ചിലരൊക്കെ ഇൻ്റർവ്യൂവിൽ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഈ നേരിൻ്റെ പ്രൊമോഷൻ സമയത്ത് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ഗംഭീര ആക്ടറാണല്ലോ. ഞാൻ അങ്ങനെയൊന്നും പറയണ്ട, സാധാരണ ആക്ടർ എന്ന് പറഞ്ഞാൽ മതി. അല്ലല്ല, ഞങ്ങളങ്ങനെ കമൻ്റൊക്കെ കാണാറില്ലേ ഇതിലൊക്കെ വരുന്നത്, നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. എത്ര നല്ല ആക്ടറാണെന്ന് പറയുന്നതിനേക്കാളും നമുക്ക് കേൾക്കാൻ ആഗ്രഹം നല്ല മനുഷ്യനാണെന്ന് പറയുന്നതാണ് അല്ലേ. ഈസ് എ വെരി ഗുഡ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയിപ്പിക്കാനാണ് ഏറ്റവും വിഷമം. നന്നായിട്ട് അഭിനയിച്ചാൽ നല്ല ആക്ടർ എന്ന് നമ്മളെ പറ്റി പറയുമായിരിക്കും, പക്ഷേ ഈസ് എ വെരി ഗുഡ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിലേ വരുള്ളൂ. അപ്പം അത്തരം നമ്മളെ തന്നെ എപ്പോഴും രാഗി മിനുക്കി നമ്മളെ കറക്റ്റ് ചെയ്ത് ഇപ്പം നമ്മുടെ ശരീരം എപ്പോഴും കുളിച്ച് വൃത്തിയാക്കി അല്ലേ, നമ്മളെ സുഗന്ധദ്രവ്യങ്ങൾ പൂശി നല്ല വസ്ത്രം ധരിച്ച് നമ്മൾ നല്ല രീതിയിൽ കൊണ്ട് നാളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിനെയും അതുപോലെ നമ്മളെപ്പോഴും പോളിഷ് ചെയ്ത് നന്നാക്കി കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കണമെന്നൊക്കെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്.
അപ്പൊ ഇക്ക ഒരുപാട് സന്തോഷം. ഇനിയും കുറെ നിർത്തണോ? നിർത്തട്ടെ? മതിയായോ? അല്ല, ഞാൻ ഇനി ഇക്കയ്ക്ക് ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് 6:15 ഞാൻ ജസ്റ്റ് സമയം നോക്കിയപ്പോ ഇക്കയ്ക്ക് ബോറടിക്കുന്നുണ്ടോ, ഇക്ക ഒന്ന് മടുത്ത പോലെയൊക്കെ എനിക്കൊരു ഫീല്, അയ്യോ ഇക്ക ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു എന്നൊക്കെ. അത് ഇരിപ്പിന്റെ ഒരു സുഖത്തിനൊക്കെ വേണ്ടി അങ്ങനെ ഇരിക്കുന്നുള്ളൂ, മടുത്തിട്ടൊന്നുമില്ല. ആണോ? അപ്പൊ ഞാൻ നമുക്ക് എത്ര സമയമായി? എന്തായാലും ഇത് വൈൻഡപ്പ് ചെയ്യണമല്ലോ. അല്ല, വൈൻഡപ്പ് ചെയ്യണം. പക്ഷെ ഞാൻ എന്താന്ന് വെച്ചാലേ, ഞാൻ ഇനി ഇക്കയ്ക്ക് ബോറടിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്തോ. അപ്പോൾ ഇക്ക ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് നല്ല നല്ല ഹിറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്ര നേരം ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയതിൽ എനിക്കും വലിയ സന്തോഷം. ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ചില കാര്യങ്ങൾ ആളുകളോട് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ചില ആളുകൾ പറയുമല്ലോ, ഇക്കടെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്, കാണാറുണ്ട് എന്നൊക്കെ പറയും. അതുപോലെ തന്നെയാണ് ആളുകൾ പറയുന്നത്. ഇക്കടെ ഇൻ്റർവ്യൂകളൊക്കെ കാണാറുണ്ട് കേട്ടോ, ഇൻ്റർവ്യൂവിൽ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയും. അല്ലെങ്കിൽ ചില ഇൻ്റർവ്യൂകൾ ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയും. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് തന്നെ അല്ലെങ്കിൽ മൊബൈലിലല്ലേ നമ്മുടെ ഇൻ്റർവ്യൂസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് അവരും നമ്മളെ അളക്കുന്നതും, ഒരു ആക്ടർ എന്നുള്ള നിലയിൽ മാത്രമല്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊക്കെ പല കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ പറയാൻ പറ്റുന്നതും ഒക്കെ. എന്തായാലും എനിക്കും അതിനോടൊപ്പം ഇത്രയും നേരം ഇവിടെ ഇരിക്കാൻ പറ്റിയതിലും ഇവരോട് ഇത്രയൊക്കെ സംസാരിക്കാൻ സാധിച്ചതിൽ എനിക്കും ഒരുപാട് സന്തോഷം.